പോകാൻ ഇടമില്ലാതെ വരുമ്പോ അലഞ്ഞു തിരിയുന്നവരെ തെരുവിൽ വെച്ച് ആക്രമിക്കപ്പെട്ടേക്കാം. കരുണയില്ലാത്ത കാപാലികന്മാർക്ക് കാമം തീർക്കാൻ ഇരയെ കൊല്ലാനും മടിയുണ്ടാവില്ല. എന്റെ ദേവമയോ മീനാക്ഷിയോ തെരുവിൽ മരിച്ചു വീണാൽ ആര് സമാധാനം പറയും? നീ എത്ര കടന്നലറിയാലും എന്തൊക്കെ പ്രസംഗിച്ചാലും ജയറാമിന്റെയും മാധുരിയുടെയും സന്തതിയെ ചെമ്പകമംഗലത്തെ കൊച്ചുമകളായി ഞാൻ അംഗീകരിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ മുത്തശ്ശിക്ക് അത് അംഗീകരിക്കേണ്ടി വരും. അതിന് സംശയമില്ല. അത് പ്രകൃതി നിയമോ? ഓ, നിന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു. ഒരിക്കൽ കൂടി നിന്റെ മനസ്സിൽ കുറിച്ചിടാൻ വേണ്ടി ഞാൻ തറപ്പിച്ച് പറയാം, മീനാക്ഷിയെ ഞാൻ അംഗീകരിക്കില്ല. ഇവിടെ പലരും നോമ്പ് നോറ്റിരിക്കുകയായിരുന്നു ദേവമ്മയെ പുകച്ച് പുറത്ത് ചാടിക്കാൻ. അത് സാധിച്ചെടുത്ത സന്തോഷത്തിൽ എല്ലാവരും മതിമറന്നങ്ങ് നിന്നോ. പക്ഷേ ദേവമ്മയ്ക്കും മീനാക്ഷിക്കും പുറത്ത് വച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ എല്ലാവരും സമാധാനം പറയേണ്ടി വരും. ചിലപ്പോ ജയിലിലും പോവേണ്ടി വരും. ഓർമ്മിച്ചോ? നിങ്ങളെന്തോ ഇത്ര കനപ്പിച്ച് കെട്ടി നിൽക്കുന്നത്? എന്റെ സാവിത്രി ഇറിറ്റേറ്റ് ചെയ്തോണ്ട് വരാതെ എന്നെ ഒന്ന് വെറുതെ വിട്. ഞാനൊന്ന് ഒറ്റയ്ക്ക് നിൽക്കട്ടെ എന്റെ സങ്കടങ്ങളുമായിട്ട്. ഞാൻ അറിയാത്ത എന്ത് സങ്കടമാണ് രാമേട്ടനുള്ളത്? രാമേട്ടൻ എത്രയായി? 100. എന്തായാലും ആ നന്ദിനി എന്ന സ്ത്രീയിൽ നിന്നും രക്ഷപ്പെട്ടു. പക്ഷെ ഞാൻ എങ്ങോട്ട് പോകും? എന്ത് ചെയ്യും? ഇവൾ എന്റെ മുമ്പിലേക്ക് വന്നു വീണ ഒരു ഇരയാണെന്ന് തോന്നുന്നല്ലോ. ആഹാ, ആ വെപ്രാള സമയം കറക്റ്റ് സമയം. ഹലോ സ്വാമി, പറഞ്ഞോ. നീ പെണ്ണിനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ആള് വരണ്ടേ സ്വാമി? ദേ ഇപ്പൊ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ അങ്ങ് കൊണ്ടുവരാം. കാശെടുത്ത് വെച്ചോ. ഇങ്ങോട്ട് വേഗം വാ എന്റെ സിന്ധു. മോളെ കണ്ട് നല്ല പരിചയം. വീട് എവിടെയാ? എന്താ മോളെ ആലോചിക്കുന്നത്? എന്ത് പറയണോന്ന് ആലോചിക്കായിരുന്നു. എന്താ മോളെ? മോള് വളരെ പ്രയാസം അനുഭവിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അതാ ഞാൻ അടുത്തേക്ക് വന്നത്.
എനിക്കും ഈ പ്രായത്തിലൊരു മോളുണ്ട്. മോൾക്ക് വീടില്ലേ? ഇല്ല. അത് കൊള്ളാലോ. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പദ്ധതി കലക്കി. മോൾക്ക് അച്ഛനും അമ്മയൊന്നുമില്ലേ? എനിക്കിപ്പോൾ ആരുമില്ല. അയ്യോ, എൻ്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യും? മോളെ, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല. കാലം വളരെ മോശമോ. കഴുകന്മാരാ ചുറ്റും. കൃത്യസമയത്ത് മോളുടെ മുമ്പിലേക്ക് ദൈവമാണ് എന്നെ എത്തിച്ചത്. തക്കം കിട്ടിയാൽ റാഞ്ചാൻ നിൽക്കുന്ന മനുഷ്യരാ ചുറ്റും. മോള് വിഷമിക്കണ്ട. എന്തായാലും ഞാൻ നിന്നെ വിട്ടിട്ട് പോവില്ല. നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോയാലോ? എൻ്റെ മോളുണ്ട്, അവൾക്കൊരു കൂട്ടുമാവും. അല്ലാതെ അല്ലെങ്കിൽ വേണ്ട, ഈ ആൻറ്റി വേറൊരു കാര്യം ചെയ്തുതരാം. പേയിങ് ഗസ്റ്റുകൾ താമസിക്കുന്ന വീട്ടിലേക്ക് മോളെ തൽക്കാലം കൊണ്ടുപോയി ആക്കാം. പിന്നെ എന്ത് വേണമെന്ന് നമുക്ക് പിന്നീട് ആലോചിക്കാം. എന്തു പറയുന്നു? അത് മതി ആൻറ്റി. എന്നാ നമുക്ക് പോവാം. അതോ കടൽ കാണാൻ കുറച്ചു നേരം കൂടി ഇരിക്കണോ? വേണ്ട. എന്നാ വാ വാ മോളെ. വലിയൊരു ആപത്തിൽ നിന്നാ മോള് രക്ഷപ്പെട്ടത്. മോള് വാ വാ മോളെ. എത്രയാ ചേട്ടാ? എത്രയായി? 50. മീനാക്ഷി, മീനാക്ഷി നിക്ക്. മീനാക്ഷി, ചേട്ടാ ചേട്ടാ, ആ ഓട്ടോയുടെ പിന്നാലെ പോവോ? പോ, വേഗം പോ. ദേവമ്മ. ഹലോ ദേവമ്മ. മോനെ, നമ്മുടെ മീനാക്ഷി അപകടത്തില്ല. ഏ? ഞാനിപ്പോ ആ കുട്ടിയെ തിരക്കി പോയിക്കൊണ്ടിരിക്ക. ഞാനൊന്ന് നോക്കട്ടെ ദേവമ്മ, ടെൻഷൻ ആവണ്ട. ആ മോനെ. ആ ഓക്കെ. ചേട്ടാ, ഒന്ന് സ്പീഡിൽ വിട് ചേട്ടാ. ശോ, ഇപ്പൊ എത്തും മോളെ.
നിന്നെ ഞാനൊരു കടുവേല മടയിലേക്കാ കൊണ്ടുപോകാൻ പോകുന്നത്. പാവം പെണ്ണ്. ചാർലി കോളിംഗ്. സീരിയസ് മെസ്സേജ്. 18ഓളം വയസ്സ് പ്രായം വരുന്ന ഒരു പെൺകുട്ടിയെ ഒരു സ്ത്രീ ഒരു ഓട്ടോറിക്ഷയിൽ ശംഖുമുഖം ഭാഗത്ത് നിന്ന് സിറ്റിയിലേക്ക് വരുന്നുണ്ട്. ആ ഓട്ടോറിക്ഷയും അതിലുള്ളവരെയും കസ്റ്റഡിയിലെടുക്കണം ഇമ്മീഡിയറ്റ്ലി. ആ പെൺകുട്ടിയെ ചീറ്റ് ചെയ്യണം ആ സ്ത്രീ. ആ കുട്ടിയുടെ പേര് മീനാക്ഷി എന്നാണ്. അവളുടെ ഫോട്ടോ ഞാൻ അയക്കുന്നു. ഫോർവേഡ് ദാറ്റ് മെസ്സേജ് ടു എവറി സ്റ്റേഷൻസ് ഇമ്മീഡിയറ്റ്ലി. ഓവർ. മോനെ കാർത്തി, ദൈവമേ, ഇപ്പൊ എവിടെ നിൽക്കുന്നു? മോനെ ഞാൻ മീനാക്ഷി തിരക്കി ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുക. ദൈവം ഇപ്പൊ എവിടെ എത്തിയെന്നാ ഞാൻ ചോദിക്കുന്നത്. പാളയം. അമ്മ അവിടെ വണ്ടി നിർത്ത്. ഞാൻ ഇപ്പൊ അങ്ങോട്ടേക്ക് വരാം. ആ ശരി മോനെ. ശരി. ചേട്ടാ, വണ്ടി ഇവിടെ നിർത്തണേ. ഇവിടെ സൈഡിൽ നിർത്ത്. എന്റെ മോൻ ഇപ്പൊ വരും. നിങ്ങൾക്കാദരാഞ്ജലി നേരട്ടെ. നീ എന്നെ വിളിച്ചത് എച്ചിന്നോ അതോ ചേച്ചിന്നോ? അയ്യോ, ചേച്ചിന്നാ വിളിച്ചേ. സ്നേഹത്തില് തേൻ പുരട്ടി വിളിച്ചപ്പോഴേ മറ്റതായി പോയതാ. അത് പിന്നെ അങ്ങനെയാ. ഈ സ്നേഹം ഇങ്ങനെ അണ പൊട്ടി ഒഴുകുമ്പം ഇങ്ങനത്തെ വിളിയൊക്കെ വരും. ഞാൻ വിളിച്ചതേ മറ്റൊരു കാര്യം ചോദിക്കാനാ. ഓ, എന്തിനാ മാലു എന്റെ മുന്നിൽ ഇങ്ങനെ മുഖവരയുടെ ആവശ്യമൊക്കെ ഉണ്ടോ? ചോദിക്കാനുള്ളത് ചോദിക്ക്. നമുക്കേ ഇന്നിവിടെ ഒരു പാൽപായസം കൂടി വെച്ചാലോ? 2 ഒഴിയാബാധകള് ഇന്നിവിടുന്ന് ഒഴിഞ്ഞു പോയ ദിവസമല്ലേ? ആ, അത് ശരിയാ. ചൂരക്കാട് ഭട്ടേരിയെ കൊണ്ടുവന്ന് മന്ത്രവാദം ചെയ്ത് ഒഴിപ്പിക്കേണ്ട കേസാ. അത് പെട്ടെന്നങ്ങ് പോയി. നമുക്ക് പാലട പ്രഥമൻ തന്നെ ഉണ്ടാക്കാം. ദാറ്റ് ഈസ് വെരി ഗുഡ്. ആ ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്താ ചേച്ചി? എന്റെ മകൻ പാഞ്ഞു പിടിച്ച് അവളമാരെ തിരക്കി പുറകെ പോയിട്ടുണ്ട്. കാർത്തി ആ പെടുമാരണങ്ങളെ വിളിച്ച് വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരോ? കയറ്റരുത്. ആ കാര്യത്തില് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഒരേ മനസ്സോടെ ഇതിനെതിരിടണം. അമ്മയായിരുന്നു എനിക്ക് പേടി. പക്ഷേ അമ്മ ഇപ്പൊ അവൾക്ക് എതിരാ. ജഗദീഷ് ചേട്ടനും എതിരാ. അച്ഛൻ കയ്യാലെ പുറത്തെ തേങ്ങയാ. അവരുടെ ഭാഗത്തേക്ക് മറിഞ്ഞു കളയും. രാമേട്ടനോ? രാമേട്ടൻ ഓൾറെഡി മറിഞ്ഞു തന്നെയാണല്ലോ നിൽക്കുന്നത്. എനിക്ക് അങ്ങനെ വരച്ച വരയിൽ നിർത്താനുള്ള കഴിവ് തീരെ കുറവാ. അതെന്താ ചേച്ചി? പെണ്ണുങ്ങളായാലേ ഭർത്താക്കന്മാരെ നമ്മുടെ സാരി തുമ്പി കെട്ടിയിടണ്ടേ? അങ്ങനെ കെട്ടിയിടണോന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ എന്തായാലും അവളും ആ ഗുണ്ടുമുളകും തിരികെ വരാതിരുന്നാ മതിയായിരുന്നു. ഓ, ഇനി വരില്ലാന്നേ. എനിക്ക് നന്ദിനിയോട് പണ്ട് വളരെ ഇഷ്ടവും ബഹുമാനവും ഒക്കെ ആയിരുന്നു. ഏട്ടത്തി എന്ന് ഞാൻ തീർത്തൊന്നും വിളിക്കത്തില്ലായിരുന്നു. അത്രക്കിഷ്ടം. ആ മന്മഥരാസ മാധുരി എന്റെ ഏട്ടനെ തട്ടിക്കൊണ്ട് പോയതേ ഇവരൊറ്റ ഒരുത്തിയുടെ പിടിപ്പുകേട് കൊണ്ടാ. അതാ ഇവരെന്റെ ശത്രുവായത്. എന്തായാലും ചെമ്പകമംഗലത്ത് നന്ദിനിയുടെ റോള് തീർന്നു. ദൈവമേ, ഓട്ടോറിക്ഷ എങ്ങോട്ടാ പോയെന്ന് കണ്ടോ? അങ്ങോട്ടാ പോയേ. ഓട്ടോയുടെ നമ്പർ നോട്ട് ചെയ്തല്ലോ. പറയാം. KL 22S
ഹലോ, ചാർലി കോളിംഗ്. സീരിയസ് മെസ്സേജ്. മുമ്പ് നൽകിയ ഇൻഫർമേഷനിൽ പറഞ്ഞ പെൺകുട്ടിയുമായി പോയ ഓട്ടോറിക്ഷയുടെ നമ്പർ KL22S. Forward this to all police stations immediately. Over. അമ്മേ, വേഗം കാർ കയറ്. ഞാനെടുക്കാം. ഇത് എവിടേക്കാണ് വൈശാഖൻ നീ എന്നെ ചുറ്റിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? നമുക്ക് രണ്ടുപേർക്കും സ്വസ്ഥമായിരുന്ന് മനസ്സ് തുറക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. ദേ, പൂച്ച പോയിട്ട് ഒരു ഈച്ച പോലും ഇവിടെ വരില്ല. ഈ ഹോട്ടലിന്റെ പേരെന്താണെന്നറിയോ? എന്താ ഭാർഗവി നിലയെന്നാണോ? അല്ല, കാമുക ഹൃദയം. കാമുക ഹൃദയോ? ഇത് അറിയപ്പെടുന്നത് കാമുക ഹൃദയം ഹോട്ടൽ എന്നാണ്. കാമുകി കാമുകന്മാരുടെ വൃന്ദാവനം. വാ. ഒരു റൂം വേണമെന്ന് വിളിച്ച് പറഞ്ഞിരുന്നു. പേര്? വൈശാഖ്. എൻ്റെ പേര് രമണൻ. അതിന് നിന്റെ പേര് ഞാൻ ചോദിച്ചില്ലല്ലോ. റൂം താ. സാർ, ഇതൊന്നും ഫില്ല് ചെയ്യണം. അല്ല, ആധാർ കാർഡൊന്നും വേണ്ടല്ലോ അല്ലേ? ഓ, ഇവിടെ ഒന്നും വേണ്ട. ഇത് സാറിൻ്റെ ഭാര്യയാണോ? അറിഞ്ഞിട്ട് എന്ത് വേണം? അതെ, വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട. സോറി സാർ. വൈശാഖേ, നോക്ക്. ദൈവമേ, പാപ്പി ചെല്ലുന്നോടെ പാതാളമാണല്ലോ. അതെ, എൻ്റെത് എത്ര നമ്പർ റൂമാ? 301. താക്കോലിങ്ങതാ. താക്കോല്? വാ, പേടിക്കണ്ട. താക്കോല് താടോ. ആ റൂമിന്റെ താക്കോൽ ഇവിടെ എവിടെയോ വെച്ചതായിരുന്നു, കാണുന്നില്ലല്ലോ. താക്കോല് താടോ. ആ, താക്കോല് കിട്ടി. അവര് വരുന്നുണ്ട്. വാ, പോവാ. വാ. അത് അവനല്ലേ, വൈശാഖ്? ആണോ?
ഇഷ്ടപ്പെട്ട് കാണും. എന്റെ ദൈവമേ, ആ പെണ്ണ് മഹാ തന്റേടിയാ. കണ്ടെങ്കിലേ അവൾ ഉറപ്പായിട്ടും കാർത്തിക്കിനോട് ഈ കാര്യങ്ങളൊക്കെ പറയും. ദൈവമേ, എവിടെ ചെന്നാലും പുലിവാലാണല്ലോ. എടി, നമുക്ക് വല്ല കാമദേവ ശാപവും കിട്ടിയിട്ടുണ്ടാവും. അതെന്താ ശാപം? എടി, ഈ പ്രണയത്തിന്റെ ദേവനാണല്ലോ കാമദേവൻ. ഭൂപ്പരുടെ ശാപം വല്ലതും ആയിരിക്കും. ഈ മീനാക്ഷി ഇവിടെ എന്തിനാ വന്നത്? അതാ ഞാനും ആലോചിക്കുന്നത്. ഞാനേ ഒന്ന് നോക്കിയിട്ട് വരാം. താക്കോലിങ്ങ് താടാ. കരമനസിന് കോളത്തല്ലോ, ഇതിനെ എവിടുന്ന് കിട്ടി? മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലേ നിന്റെ അണപ്പല് ഞാൻ അടിച്ചു തെറിപ്പിക്കും. താക്കോല് താടാ. മോളെ വാ, വാ മോളെ വാ.